ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ചെറിയൊരു സ്കേർട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു 2-3 വയസ്സുള്ള കുട്ടിക്കുള്ള ഒരു സ്കേർട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത്. ഇത് ബോട്ടം തയ്ച്ചപ്പോൾ ബാക്കി കിട്ടിയിട്ടുള്ളൊരു നീളത്തിലുള്ളൊരു പീസാണ്. അത് വെച്ചിട്ടാണ് ഇന്ന് സ്കേർട്ട് തയ്ക്കുന്നത്. മൊത്തം തുണിയുടെ ലെങ്ത്ത് കിട്ടിയിട്ടുള്ളത് 41.5 ഇഞ്ചാണ് ലെങ്ത്ത് കിട്ടിയിട്ടുള്ളത്. 25 ഇഞ്ച് വീതിയാണ് ഇതിനുള്ളത്. നമ്മളെപ്പോഴും തുണി എടുക്കുമ്പോൾ അരവണ്ണത്തിൻ്റെ 10 ഇഞ്ച് കൂട്ടിയിട്ടാണ് എടുക്കേണ്ടത്. എനിക്ക് കിട്ടിയിട്ടുള്ള അരവണ്ണം 20 ഇഞ്ചാണ്. അതിൽ കൂടെ 10 ഇഞ്ചും കൂടെ ചേർത്തിട്ട് വേണം നമുക്ക് അരവണ്ണം മാർക്ക് ചെയ്യാൻ. തുണി ഇതുപോലെ 4ആക്കി മടക്കുക. നീളത്തിൽ മടക്കിയിട്ട് വീതിക്ക് മടക്കി കൊടുക്കുക. അങ്ങനെ 4 മടക്കിയിട്ട് ഉള്ളിൽ തുണി കുടുങ്ങി കിടക്കുന്നുണ്ടോയെന്നൊക്കെ ശ്രദ്ധിച്ചിട്ട് ഒന്ന് വിരിച്ചിട്ട് കൊടുക്കുക. നല്ലോണം ചുളിഞ്ഞിട്ടുള്ള തുണിയാണെങ്കിൽ അയൺ ചെയ്തിട്ടെടുക്കുക. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കുന്നവർക്ക് ഒരു ടെൻഷനും ഇല്ലാതെ പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് 20 ഇഞ്ചാണ്. എനിക്ക് 20 ഇഞ്ചാണ് വേണ്ടത്. അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അരവണ്ണം 20 ഇഞ്ചിൽ കൂടെ നമ്മൾ 10 ഇഞ്ചും കൂടെ ചേർത്തില്ലേ, അപ്പോൾ അതിൻ്റെ 4-ൽ 1 ഭാഗമാണ് അരവണ്ണത്തിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. 1 ഇഞ്ച് തയ്യൽ തുമ്പും. അടിവീതി ഞാൻ ഈ തുണിയുടെ മൊത്തം വീതി എടുക്കുന്നുണ്ട്. 11.5 ഇഞ്ചാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അരവണ്ണത്തിൽ നിന്ന് അടിവീതിയിലേക്ക് ഈ സ്കെയിൽ വെച്ചിട്ടുള്ള പോലെ വരച്ചെടുക്കുക. ഇങ്ങനെയാണ് ലൈൻ വന്നിട്ടുള്ളത്. അത് നിങ്ങൾക്ക് കാണുന്നില്ല, ചോക്ക് ക്ലിയർ ആയിട്ട് കാണുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചു തന്നത്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. പല മോഡലിലുള്ള സ്കേർട്ടുകളുണ്ട്. 2 ടൈപ്പ് ഞാൻ ഇതിന് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കൂ. ബിഗിനേഴ്സിനൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് 2 എണ്ണം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനിയും വരുന്ന വീഡിയോകളിൽ സ്കേർട്ടുകളുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഞാൻ കാണിക്കാം. ഇപ്പോൾ ചെറിയ കുട്ടികളുള്ളവരാണെങ്കിൽ നമ്മളിങ്ങനെ തയ്ച്ചിട്ട് കിട്ടുന്ന തുണികൾ വെച്ചിട്ട് സ്കേർട്ട്, ഉടുപ്പ് അതൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. എ ലൈൻ പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടിവീതി കട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ എത്തുമ്പോൾ ഒന്ന് കയറ്റി വെട്ടിക്കൊടുക്കുക. ഒരു 2 ഇഞ്ചെങ്കിലും മേലേക്ക് കയറ്റിയിട്ട് വെട്ടിക്കൊടുക്കുക. ഇനി ഈ ഭാഗം ക്ലോസിങ് ആയിട്ടാണ് ഇരിക്കുന്നത്, അതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കൂടിയിട്ട് നമുക്കൊരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്കേർട്ടാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അരവണ്ണത്തിൻ്റെ 3 ഇഞ്ച് കുറവിലാണ് നമ്മൾ എലാസ്റ്റിക് എടുക്കുന്നത്. എലാസ്റ്റിക് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 18 ഇഞ്ചിലാണ് എലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കറക്റ്റ് അരവണ്ണത്തിൻ്റെ 3 മൈനസ് ചെയ്തിട്ടാണ് എടുക്കേണ്ടത്. നമ്മൾ സ്കേർട്ടിന് വേണ്ടിയിട്ട് 10 ഇഞ്ച് കൂട്ടിയെടുത്തിട്ടില്ലേ, അത് കൂട്ടരുത് കേട്ടോ. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് എടുക്കണതെന്ന് വെച്ചാൽ 2 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ചെങ്കിലും തയ്യൽ തുമ്പ് വിട്ടിട്ട് വേണം നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്യാൻ. എനിക്ക് ഈ തുണി ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മാർക്ക് ചെയ്യാഞ്ഞത്. ഇത് തയ്ച്ച് വരുമ്പോൾ നമുക്കൊരു 18 ഇഞ്ച് ലെങ്ത്ത് കിട്ടും. ആദ്യം നല്ലപ്പുറം ചേർത്ത് വെച്ചിട്ട് ഈ ഭാഗം ആദ്യം ഒന്ന് ക്ലോസ് ചെയ്ത് തയ്ക്കുക. ഒരു 3/4 ഇഞ്ചോളം തയ്യൽ തുമ്പ് എടുത്തിട്ടോ അല്ലെങ്കിൽ 1 ഇഞ്ചിലോ ചെയ്തോളൂ. അല്ലെങ്കിൽ ഇത് കുട്ടികളിട്ട് നടക്കുമ്പോൾ ഇത് പിന്നിപ്പോരും. 1 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് എടുത്തിട്ടുള്ളത്. കറക്റ്റ് 1 ഇഞ്ച് എടുത്തില്ലെങ്കിലും 3/4 ഇഞ്ചെങ്കിലും വരത്തക്ക രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. യോജിപ്പിച്ചതിന് ശേഷം ആദ്യം ഒരു 1/4 ഇഞ്ചിലൊന്ന് മടക്കിയിട്ട് ഈ മേൽഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് ഇലാസ്റ്റിക്കിൻ്റെ
വീതിക്ക് മടക്കി കൊടുക്കാം. അല്ലെങ്കിൽ ഈ ഭാഗത്തുള്ള നൂലെല്ലാം ഇങ്ങനെ പിന്നി പോരും. അപ്പോൾ തേര് ഭാഗമാണ് മേലെ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇലാസ്റ്റിക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി നോക്കുക. നമുക്ക് ഈസി ആയിട്ട് അത് ഇങ്ങനെ വലിക്കാൻ പറ്റണം. ആ ഒരു ലൂസിൽ ചെയ്ത് കൊടുക്കുക. ഞാൻ എപ്പോഴും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാറ്. നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം എന്ന് വെച്ചാൽ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ചിലർക്ക് വലിച്ചു പിടിച്ച് തയ്ക്കുന്നത് ഈസി ആയിരിക്കും. അങ്ങനെയുള്ളവർ അങ്ങനെ തയ്ച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുക. ഞാനൊരു പിന്ന് കുത്തി വെച്ചിട്ടുണ്ട്. പിരിഞ്ഞു പോകാതെ എപ്പോഴും ചെയ്ത് കൊടുക്കണം. ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഫസ്റ്റിലെ എൻഡ് ഭാഗം എത്തുമ്പോൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ നമ്മൾ അപ്പുറത്തേക്ക് വലിച്ചെടുക്കുമ്പോൾ അതിങ്ങനെ വിട്ടുപോരും ഈ ഭാഗത്തുനിന്ന്. അപ്പോൾ പിന്നെ ഇരട്ടിപ്പണിയാവും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ ഒരു പിന്ന് കുത്തി കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് വെച്ചാൽ നമ്മളിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ പിരിഞ്ഞു പോകില്ല. കറക്റ്റായിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് എടുക്കാൻ പറ്റും. ഇനി ഇതൊന്ന് നമുക്ക് രണ്ട് ഭാഗം കൂടെ കൂട്ടിപ്പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് മൂന്ന് പ്രാവശ്യം ലോക്ക് ചെയ്തിട്ട് തയ്ച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഇനി അടിഭാഗം മടക്കി തയ്ച്ചു കൊടുക്കുക. നല്ല വീതി കുറഞ്ഞ ലേസ് ഉണ്ടെങ്കിൽ അടിയിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുക. വലിയ കുട്ടികൾക്കാണെങ്കിൽ ഇപ്പോൾ അതാ ഈ ഒരു കളറിലുള്ള ബോർഡർ പോലെ വെച്ച് കൊടുത്താലും നല്ല ഭംഗിയുണ്ടാവും. ആദ്യം 1/2 ഇഞ്ചിൽ മടക്കിയിട്ട് വീണ്ടും മടക്കി കൊടുക്കുക. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അടിഭാഗം. അപ്പോൾ ഇങ്ങനെ പിരിഞ്ഞു പോകാതെ നീറ്റിൽ കിട്ടും. സ്കേർട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതുമാതിരി ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ലെഫ്റ്റ് ഓവർ പീസസ് കിട്ടുന്നതൊന്നും കളയാതെ എടുത്തേക്കുക. ഇപ്പോൾ പല കളറ് യോജിപ്പിച്ചിട്ട് നമുക്ക് സ്കേർട്ടുകളൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതിപ്പോൾ ഇട്ട് കാണിച്ചു തരാൻ എനിക്ക് ഇത്രയും ചെറിയ കുട്ടികളില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വേറെ ഇത് കാണിക്കാത്തത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.